അങ്ങനെയാണോ? പിന്നിരിക്കില്ലല്ലോ പ്രചാരണത്തിന് പോവാട്ടെ ചാർലി. ഞാൻ തന്നെ നാളികേരം പോയിക്കാൻ തീരുമാനിച്ചു. നാളികേരത്തിൽ ഞങ്ങൾ കിടന്ന ആറാടായിരുന്നു. ഇപ്പോഴത്തെ സിനിമകളത്തെ തമാശകളൊക്കെ നമുക്ക് കേട്ട് ചിരിക്കാൻ തന്നെ അതിൽ വകുപ്പില്ല. തണ്ണീർമത്തൻ ദിനങ്ങൾ, പ്രേമലു, ഇതൊന്നും ചേട്ടൻ ഇഷ്ടമായിട്ടേ ഇല്ലേ? രോമാഞ്ചം. പക്ഷെ ഒട്ടിട്ട് ഇറങ്ങി കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്ന ഞാൻ ഇനി +1 പോണ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കുക. എളുപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അമ്മ എക്സ്പെക്ട് ചെയ്യും, എളുപ്പമില്ല എന്ന് പറഞ്ഞാൽ അമ്മ ടെൻഷൻ ആവും. റവോണ്ടുള്ള ഒരു അടയാണ് കേട്ടാ. നാളികേരം ഇതൊരു ഭാഗ്യമുള്ളൂ. മധുരം കുറവല്ലേ? അത്ര രസമൊന്നുമില്ല ഈ സാധനം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ ചാർലിക്ക് കുറച്ച് നാളായിട്ട് ഒരു സംഗതി സംഭവിച്ചു. നമ്മൾ നാള് സരിത പറഞ്ഞില്ലേ ഈ ചാർലിയുടെ ഈ നോക്കട്ടെ കാല് നോക്കട്ടെ, നിന്റെ കാലും എന്തിട്ട് പറ്റിയേ? എന്നിട്ട് കാലുമ്പോ പറ്റിയേ? ചാർലിയുടെ ഈ വലത് കാല് കണ്ട, വലത് കാലിൻ്റെ അവിടെ ഒരു പൊട്ടലുണ്ടാണെന്ന് പറഞ്ഞു. ഇതൊരു ചെറിയൊരു പൊട്ടലുണ്ട. അത് കൂടി അപ്പൊ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമ്മ സ്പ്രേ അടിച്ചു കൊടുക്കും. അമ്മ സ്പ്രേ അടിച്ചു കൊടുക്കുമ്പോ ചാർലി ഭയങ്കര നിലവിളിക്കും. അപ്പൊ ചാർലി ഇങ്ങനെ കാലിങ്ങനെ ഞൊണ്ടി നിൽക്കും എപ്പോഴും. സ്പ്രേ അടിച്ചു കൊടുക്കില്ലേ? സ്പ്രേ അടിച്ചു കൊടുക്കാൻ നോക്കാൻ നിൽക്കുമ്പോഴേക്കും സ്പ്രേരെ കുപ്പി കാണുമ്പോഴേക്കും അത് കരയും, എന്നിട്ട് ഞൊണ്ടി നടക്കും. പിന്നെ അപ്പോൾ നമ്മൾ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ അത് അപ്പനെ നക്കി കളയും. അപ്പോൾ നമ്മൾ മരുന്ന് പറ്റിയിട്ടും കാര്യമില്ല. അപ്പം ഞാൻ ചാർലിക്ക് 2 സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടുണ്ടാവും, നക്കാണ്ടിരിക്കാനുള്ള സാധനമാണ് കേട്ടോ. അത് കഴുത്തിലിടുന്ന കോളറാണ്. ഇത് തുറന്ന പൊട്ടിച്ച ഇത് ഹിമാലയ ഒരു ഓയിൽമെന്റ്. ഇത് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർലിയെ നിനക്കൊരു സാധനം ഞാൻ തരാൻ പോണു കേട്ടോ. അപ്പോൾ ചാർലി നമ്മൾ ഭംഗിയാക്കാൻ പോണ്. കഴുത്തിൽ ഈ കോളറിട്ട് ചെയ്യാൻ എന്താ ചുരുക്കം. ഇതാണ് സാധനം. അതിന് ബെൽറ്റും പിടിച്ചിരുന്ന എന്നിട്ട് മരുന്ന് പറ്റാം. പിന്നിരിക്കല്ലോ പോവാ, മുന്നിരിക്കല്ലേ പോവാ. എങ്ങനെ പോയാലും നമുക്ക് കുഴപ്പമില്ല. ഞാൻ അത് ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടാ. അങ്ങനെ ഇതിങ്ങനെ ഒട്ടിക്കുന്ന സാധനമാണ് കേട്ടാ. ചാടി ഇത് എന്തൊരു സാധനം ആദ്യം മാന്തി കളയാൻ നോക്കും. നിക്ക് ഇനി മരുന്ന് പറ്റല്ലോ കേട്ടാ. ഇനി വാവ് മാറുമ്പോ ഊരി തരാട്ടാ. അതുവരെ ഇവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ നക്കി കളയില്ലേ മരുന്ന് മുഴുവൻ. ഓയിൽമെന്റ് എടുത്തിട്ട് നമുക്ക് കേടാ ഓയിൽമെന്റ് പറ്റും വേണ്ട, ഒരു കുഴപ്പമില്ല. ആൾക്ക് നീറ്റുണ്ടാവില്ല. മതി വിട്ടോ. മറ്റേന്നിട്ട് ചീച്ചകളൊന്നും വന്നിരിക്കാണ്ടിരിക്കാനൊക്കെ അത് നല്ലതാ. പക്ഷെ അത് അടിച്ചതിന്റെ പിന്നാലെ നക്കി തുടങ്ങും. ഇനി അത് ഉണങ്ങണ ഒരാഴ്ച വരെ ചാർലി ഈ കോളാമ്പിട്ടിട്ട് നടക്കണം. ഇലക്ഷൻ കാലാണ്. ചാർലി പ്രചാരണത്തിന് പോകട്ടെ. ചാർലി വോട്ട് ചോദിച്ച് പ്രചരണത്തിന് പോകാം. നല്ല ഇതാണ്. ഇത് നക്കലില്ല. ഇമ്രാന് ഒരു കുലുക്കല് കണ്ടിട്ട് കയ്യേ ഇമ്രാൻ പേടിച്ചിട്ട് ഇനി എന്നെ തൊട്ടാണ് അവര് ചെയ്യാൻ പോണെന്ന് വെച്ചിട്ട് ഇമ്രാൻ പേടിച്ചിട്ട് നിൽക്കണം. ഇതേ വലിയ കോളറുണ്ട്. എത്ര വലിപ്പുള്ളത് ഞാൻ പറഞ്ഞു. ചാർലി ഇത് നമ്മുടെ നായ എന്ന് പറഞ്ഞത് കുഞ്ഞു സാധനം പറഞ്ഞു. അപ്പൊ തല ചെറുതായപ്പണ ടീമുകൾക്ക് ചെറുപ്പുള്ളത് അല്ല ചെറുപ്പത്തിൽ ചെറുത്, പിന്നെ വലിയ നായകൾക്ക് നല്ല വലിപ്പുള്ളത്. ഇമ്രാന് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. ലൂസാ, ടൈറ്റല്ല. മരുന്ന് പറ്റി കഴിഞ്ഞ് ഇനി ഞങ്ങളുടെ സാധനം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കൂടാരത്തിൻ്റെ അവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ കാണാത്ത ഒരു സാധനം കാണിച്ചു തരാം. കണ്ടേ, എൻ്റെ മുകളിൽ ടൈലിട്ടുണ്ട്. കയറി അടി സരിത അടിയിൽ ടൈലിട്ടു. ഫോൺ ബെല്ലടിക്കട്ടെ. ഇങ്ങനെ ടൈലിട്ടു, പെയിന്റ് അടിച്ചിട്ടില്ല കേട്ടാ. അപ്പൊ ഇതന്ന് കാണിച്ച വീഡിയോയിൽ കുറെ പേര് ഇതുമ്പോ ഗ്രാനൈറ്റ് ഇടാനൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഗ്രാനൈറ്റ് ഇടണമെങ്കിൽ നല്ല ചെലവാകും. ഗ്രാനൈറ്റിന് നല്ല ഗ്രാനൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഭംഗി ഉണ്ടാവും. ടൈല് 48 രൂപ വരെ, അല്ല 70 രൂപ, എത്രയുണ്ട് വിലയുള്ളത്? 82 രൂപ ടൈലാണ്. അത് 48 രൂപയാണ് ഡിസ്കൗണ്ട് ഓഫ്. അപ്പോൾ വലിയ അധികം ടൈലിൻ്റെ സിറ്റി സിറാമിക്സിലെ ഇയർ എൻഡ് സെയിൽ എന്ന് പറഞ്ഞിട്ട് ക്ലിയറൻസ് സെയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞോന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. കഴിഞ്ഞിട്ടുണ്ടാവില്ല, എപ്പോഴും ഉണ്ട്. അതായത് ഇങ്ങനെ ബോക്സുകളിൽ ബാക്കി വരില്ലേ, ഇങ്ങനെ ബൾക്കായിട്ട് കൊടുക്കാൻ ഉണ്ടാവില്ല, കുറച്ച് ബോക്സുകൾ ബാക്കി ഉണ്ടാവുള്ളൂ. പക്ഷെ നല്ല ടൈലായിരിക്കും. അതൊക്കെ പകുതി വിലയ്ക്ക് അവിടെ കൊടുക്കണേ. അപ്പം നമുക്ക് കുറച്ചൊക്കെ ഒരു വീട് മൊത്തത്തിനൊക്കെ ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം അത്ര പീസ് ഉണ്ടാവണം എന്നില്ല.
പക്ഷെ നല്ലൊരു ഇതൊക്കെ അങ്ങനെ കുറെ പീസ് ഉണ്ട്. അപ്പൊ ഇത് ഈ കളറ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ കളർ കറുപ്പ് ടൈൽസ് എടുക്കാൻ ചേരിട്ടാ പോയത്. പക്ഷെ ഇത് കണ്ടപ്പോ ചേട്ടന് ഇത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇത് ഇനിയിപ്പോ ഇവിടെ ഇല്ലേ, ഇവിടെ പെയിന്റ് അടിക്കും. ഇവിടെ പെയിന്റ് അടിക്കും. ഇവിടെയും പുറം ഭാഗവും പുറത്തും പെയിന്റ് അടിക്കണം. അത് മഹേഷും ശിവും വരണം. ഞാൻ പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തികേടാവും. പുട്ടിയിടണേ, ചെറുതായിട്ട് പുട്ടിയിടണം. പുട്ടി പെയിന്റ് പിന്നെ പെയിന്റ് പുട്ടി നമ്മുടെ കയ്യിലുണ്ട്. അന്ന് പെയിന്റ് അടിച്ചാൽ ബാക്കി ഗ്രേ അതന്നെയല്ലേ അടിക്കേണ്ടത്. ആ കളറിനെ അടിക്കുന്നില്ല നമ്മുടെ ഇവിടെ അടിച്ചിട്ടില്ലേ, അടിഭാഗത്ത് അടിച്ചിട്ടില്ലേ, ആ ഗ്രേ ആ മധുരം അടിച്ചിട്ടില്ലേ, അപ്പൊ അതന്നെ അടിക്കേണ്ടത്. അത് ഇവിടെ അടിക്കാൻ വേണ്ടോ. ഇപ്പൊ എന്തുരാഞ്ചിനില്ലേ ഇവിടെ പറഞ്ഞറിയിക്കാൻ വലിയ സ്ഥലത്തിന്റെ ഭംഗി നല്ല ഫാൻ പിന്നെ പണ്ടുണ്ടായിരുന്നില്ല, ഫാൻ ഇട്ടു. ഫാൻ കുടിലിൽ കിടന്ന് നടന്ന വെള്ള ഫാൻ ആട്ടത്. ഇവിടെ കിടന്ന് നടന്ന കാപ്പി കളറ് ഫാൻ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടത്തെ വെള്ള ഇങ്ങോട്ട് മാറ്റി അതിനിട്ടു. ഇനിയിപ്പോ എന്താ വെച്ചാൽ ഇതിപ്പോ യോഗ ചെയ്യാം, വൈകുന്നേരം കിടന്നുറങ്ങാം. വൈകുന്നേരം കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ, പാമ്പ് കഴിഞ്ഞു വരും. അല്ല ഞാൻ ഫാൻ നിർത്താട്ടാ. ഫാൻ ഇട്ടിട്ടേ സുഖമായിട്ട് കിടന്നുറങ്ങാം, ഡാൻസ് കളിക്കാം. കിടന്നുറങ്ങാൻ സ്ഥലമില്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞത് പുറത്തെ കാറ്റും കൊണ്ട്. പിന്നെ മഴ പെയ്യില്ല, മഴക്കാലം വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അത് പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇനി കൂടുതൽ രസമായിരിക്കും. നമുക്ക് മഴക്കാലത്തൊക്കെ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ വന്നിട്ട് ചെയ്യാം. അല്ല മഴക്കാലത്ത് ഇതിൻ്റെ ഉള്ളിൽ ചെയ്താൽ മതി. അപ്പൊ പിന്നെ അതുകൊണ്ട് ഓടാൻ നിൽക്കണ്ടല്ലോ. മഴ അല്ലേ, പറ്റിയ സ്ഥലമായി. ഇനി വേണമെങ്കിൽ അവിടുത്തെ ആ ബെഞ്ചില്ലേ, ആ കാണുന്ന ബെഞ്ചില്ലേ, അത് വേണമെങ്കിൽ ഇവിടെ കൊണ്ടു ഇടാൻ പറ്റും. ഇവിടെ നമ്മൾ ഇടുന്നില്ലേ, അതവിടെ തന്നെ മതി. അത് ഇടുമ്പോ തിരുനാമിരിക്കുമ്പോ ഒക്കെ പറഞ്ഞിട്ടല്ലേ അവിടെ കൊണ്ടിട്ട് തടയും. ഇത് ഇത്രക്ക് ഇതിലെ വരില്ല, കണ്ട ഇത് ഇത്ര ഒരു ചെറിയൊരു ഇതിയോടെ നടക്കാൻ പറ്റില്ല. അപ്പൊ അടുത്ത് മടുപ്പോ നാളെ പോയിക്കാൻ തരുതാ ജഗ്ഗോ. ആ നമ്മളേ നാളികേരം പോയിക്കാനായിട്ടേ, ഇപ്പോൾ ഇത്രയും നാളികേരം ഉണ്ടല്ലോ, വേനൽക്കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാളികേരം പോയിക്കുന്ന ആളുണ്ട് സുരേഷിനെ വിളിച്ചപ്പോൾ സുരേഷിന് ഈ വേനൽക്കാലം കണ്ടമാനം വീട് പെയിൻറ്റ് പണിയുണ്ട്. പെയിൻറ്റ് പണിയുടെ ഇടയിലാണ് അവൻ ഈ നാളികേരം പോയിക്കാനായിട്ട് പോവുക. അപ്പോൾ വീട് പണിയിൽ കണ്ടമാനം നടക്കുന്ന കാരണം അവന് ഒരു സ്ഥലത്തേക്ക് നീങ്ങാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കണ്ട, ഇവിടെ വേറൊരാളുണ്ട്. ആരെന്നറിയൂ, ഞാൻ തന്നെ നാളികേരം പോയിക്കാൻ തീരുമാനിച്ചു. ഈ കൊലത്തെ വെളിച്ചെണ്ണ ആട്ടത് ഉണങ്ങി. അത് അന്ന് തന്നെയാണെങ്കിൽ സുഖമായിരുന്നു. അന്ന് വിളിച്ചപ്പോൾ ഒരു പച്ചപ്പുണ്ടായിരുന്നു. പച്ചപ്പുള്ള ഇപ്പം ഇത്തിരി ബുദ്ധിമുട്ടാവും. അതും പൊതിക്കണം. പിന്നെ നമ്മുടെ നാളികേരം പൊതിക്കുന്നത് ഇതാണ്. ഇതിൻ്റെ മോനെയൊക്കെ പോയി. മോനെ ഒരു സുഖല്ലേ നമുക്ക് പൊതിക്കാനായിട്ടുള്ളൊരു ഇതിൽ. പിന്നെ എൻ്റെ കുറച്ച് ചെരിഞ്ഞിട്ടേക്കിനെ ഇരിക്കുക ഈ സാധനം ഇതൊടിഞ്ഞിട്ടേ. അപ്പോൾ ഞാൻ ഒരു പുതിയ ഒരെണ്ണം വാങ്ങിച്ചു. അത് കുറേ കൊല്ലം പഴക്കമുണ്ട്. അവിടെ നിൽക്കണ്ട, വല്ല പാമ്പുണ്ടാവും അതിൻ്റെ ഇടയില്. വീട് മാറിയപ്പോ വാങ്ങിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ വല്ല പാമ്പുണ്ടാവും നാളികേരത്തിൻ്റെ ഇടയില്. നാളികേരെ കൂട്ടിയിട്ടിട്ട് കുറേ നാളായില്ലത്. അപ്പം ഇതിങ്ങനെ ആക്കിയിട്ട് ഇത് കൂട്ടിയിട്ടേ മലമ്പാമ്പ് ഉണ്ടാവില്ലേ, മലമ്പാമ്പുണ്ടെങ്കിൽ നമുക്ക് കാണാം. വല്ല ആണലിക്കുട്ടന്മാരും മറ്റവരൊക്കെ ഉണ്ടാവുമല്ലോ, മൂർഖൻ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നാളികേരത്തിന് ഇന്ന് ശാപമോഷം ലഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജഗു നാളികേരം അവിടെ എടുത്ത് വന്ന ഇട്ടോ ബക്കറ്റിൽ അച്ഛൻ അവിടെ നിന്ന് പൊതിക്കാൻ പോകുന്നു. ഇവിടെ എല്ലാം കൊണ്ടുവന്നിട്ടോ കൂട്ടിയിട്ടോട്ടെ. അപ്പോൾ നമ്മുടെ കന്നി സാധനമാണ് ഇത് കേട്ടോ. ഈ നാളികേരം പൊതിക്കുന്നതിൻ്റെ കാര്യം കൊണ്ടുവരുമ്പോൾ ആദ്യമായിട്ട് ഈ നാളികേരം പൊതിക്കുന്ന ഈ സാധനം ഇറങ്ങുന്ന ടൈം ഉണ്ടായിരുന്നില്ലേ, ആ സമയത്ത് തന്നെയാണ് ഞാൻ പെണ്ണ് കാണാൻ പോയി. സരിതനെ പെണ്ണ് കാണാൻ പോയി. ഏകദേശം 2003, 2002, 2001 ആ സമയത്തല്ലേ നാളികേരം പൊതിക്കുന്ന സാധനം ഇറങ്ങിയത്. എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയത് ആ സമയത്തല്ലേ. അപ്പോൾ സരിതയുടെ വീട്ടിൽ ഒരെണ്ണം ഇങ്ങനത്തെ സരിതയുടെ അച്ഛൻ ഉണ്ടാക്കിയിട്ട് അത് മണ്ണിൽ മറ്റേ സിമെൻറ്റിൽ ഉറപ്പിച്ചോ കിടന്നു. സിമെൻറ്റിൽ ഉറപ്പിച്ചോക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ പേര്, ഒരു 10-15 പേര് വന്നിട്ടുണ്ടായിരുന്നില്ലേ കല്യാണത്തിന് ഉറപ്പിക്കുന്നതിന് മുന്നേ സരിതനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ വിജയ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കൂട്ടുകാരുണ്ട്. അവൻ എന്താ ചെയ്ത ഈ സാധനത്തിന്മേ നാളികേരം പൊതിക്കുന്നത് ആദ്യമായിട്ട് അവൻ കാണുന്നത്. അവനല്ല, എല്ലാവരും കാണുന്നത് ആദ്യമായിട്ടാണ്. ആ സാധനം തിരിച്ചു പിടിച്ചിട്ട് അത് അവിടെ നിന്ന് ഓടിച്ചു അല്ലേ, ഓടിച്ചെടുത്തു. അല്ല എനിക്കത് കാണുമ്പോൾ ഓർമ്മ വരുന്ന കാര്യം.
അപ്പം ഞാൻ നാളികേരം പൊതിക്കുകയാണ്. ഇങ്ങനത്തെ ഇറങ്ങിയപ്പോ ഇതൊന്ന് അച്ഛനെ എവിടെയോ കണ്ടു, ഒരു വട്ടം കണ്ടല്ലോ. അന്ന് തന്നെ അച്ഛനത് വീട്ടിൽ വന്നിട്ട് അത് ഉണ്ടാക്കി. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് ഇതിന് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, നമ്മൾ ചവിട്ടി പിടിക്കുന്ന സ്റ്റാൻഡ്, അതില്ല, ഇങ്ങനെ ഇവിടെ വരെ ഉള്ളോ. എന്നിട്ട് ബാക്കിലത്തെ ഇറയത്ത് സിമെന്റ് ഇട്ട് ഉറപ്പിക്കുക ചെയ്തേ. അപ്പോൾ കാണുന്നവർക്ക് വരുന്നവർ പേടിക്കത് കാണുമ്പോൾ നമ്മൾ, കാരണം ഇറയത്ത് ബാക്കിലത്തെ ഇങ്ങനെ ഇറയുണ്ടാവില്ലേ, അവിടെയാണേ. അപ്പൊ ഇത് വിളിക്കുന്നത് നമ്മളെങ്ങാനും കൈ കാല് തെറ്റിട്ടാണ് വീണ് ഇതുമ്പോ വന്ന് വീണ അപകടം വരില്ലോ. ഒരു സ്ഥലത്തേക്ക് ഒതുക്കി എടുത്ത് വെക്കാൻ പറ്റില്ല, ഇത് അവിടെ ഉറപ്പിച്ചേക്കാം സിമെന്റ് ഇട്ട്. ഞാനെങ്കിലേ നമ്മള് പണ്ടൊക്കെ നാളികേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളികേരത്തിൻ്റെ ഒരു കൊത്ത് കിട്ടാന്ന് പറഞ്ഞ വലിയ സംഭവമാണ്. നമുക്ക് ഒരിക്കലും കിട്ടില്ല, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പീടികയിൽ അമ്മ സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് നാളികേരം കൊത്താ. നമ്മുടെ തെങ്ങുമ്പിൽ നാളികേരമില്ല എന്ന്. അതെന്തുകൊണ്ട് നാളികേരം ഇല്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽക്കാലത്ത് തെങ്ങുകൾ കുറേ ഉണ്ട്. തെങ്ങുകൾ 10-30 തെങ്ങുണ്ട് നമുക്ക്, പക്ഷെ നാളികേരമില്ല. അതെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് നനയ്ക്കാൻ പറ്റില്ല, മോട്ടറില്ല. പിന്നെ നമ്മൾക്ക് കറണ്ട് കണക്ഷൻ കിട്ടിയതൊക്കെ 79 കറണ്ട് കണക്ഷൻ കിട്ടിയപ്പോഴാണ് ഈ മോട്ടർ വെച്ചത്. പിന്നെ അത് മോട്ടർ വെച്ചിട്ട് നനച്ചു തുടങ്ങിയപ്പോൾ പിന്നെ 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ നാളികേരം ഇഷ്ടം പോലെ ഉണ്ടായി തുടങ്ങി. അല്ലാത്ത സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞ പോലെ യൂറിയ എന്ന് പറയില്ലേ, യൂറിയ ഇട്ടുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടാ. ഇവിടെ നാളികേരമില്ല. അപ്പോൾ ഒരു ചെറിയൊരു പൊട്ടിൻ്റെ നാളികേരം തിന്നാൻ പറ്റാന്ന് പറഞ്ഞാൽ മഹാഭാഗ്യമാണ്. അത് കിട്ടാൻ കൊതിച്ചിട്ടുണ്ട്. നമ്മളിതിവിടെ വാറപ്പൻ്റെ അവിടെ വെളിച്ചെണ്ണാടുന്ന ഒരു കമ്പനിയുണ്ട്, പിന്നെ ഇവിടെ വെളിച്ചെണ്ണാടുന്ന ഒരു ചേട്ടനുണ്ട്. ഇവരവിടേക്കൊക്കെ പോകുമ്പോൾ അത് നെല്ല് കുത്തിയാനൊക്കെ പോകും. നെല്ലും കൊണ്ടിട്ട് പോകുമ്പോൾ അവിടെ കൊപ്ര എങ്ങനെയുണ്ടോ നിരത്തി ഉണക്കാട്ടുണ്ടാവും. കൊപ്ര നിരത്തി ഉണക്കാട്ടുമ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയൊരു കഷ്ണം നമുക്ക് നോക്കാൻ പറ്റില്ല. അവർ നോട്ടിണ്ടാവേ അതിനെടുക്കാനായിട്ട് സൂത്രത്തിൽ നോക്കും, അവിടെ പറ്റില്ല. അവസാനം അവർ ആട്ടണ പിണ്ണാക്കില്ലേ, അതിൽ നിന്ന് ഇത്തിരി പേരിന് നെല്ല് കുത്തിങ്ങനെ നമുക്കൊക്കെ പരിഗണന 2 പൊട്ടൊക്കെ അവരിതിങ്ങനെ അതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ തരും. നമുക്ക് ആട്ടാനായിരുന്നു വിളിച്ചിട്ടുണ്ട. അല്ല, കൊപ്രയില്ല, അവിടെ മില്ലുണ്ട്, കൊപ്ര മില്ലുണ്ട്. ഈ ചക്കിൽ ആട്ടാ, വലിയ ചക്കില്ലേ, ഇരുമ്പിൻ്റെ ചക്ക്, അതിലാണ് ആട്ടണത് വെളിച്ചെണ്ണ. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ഇവിടെ കൊല്ലാമ്പന്മാരെ വീടുണ്ട്, അവർക്ക് 10-200 ചില്ലറ തെങ്ങുണ്ട് കേട്ടോ. കണ്ടമാനം നാളികേരം ഇങ്ങനെ മല പോലെ കൂട്ടിയിടും. അവർക്ക് അന്നും മോട്ടറുണ്ട് ശ്രീധരൻ്റെ വീട്ടിൽ. നാളികേരം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നാളികേരം എന്ന് പറയുന്നത് മൊത്തമായിട്ട് കൊടുക്കുക ചെയ്യുക. വലിയ ടീമുകൾ വന്നിട്ട് നാളികേരം മൊത്തമായിട്ട് ഒറ്റയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോകും. ഒരു മല പോലെ കൂട്ടിയില്ല. ഇല്ല, അന്ന് ആരും ആട്ടുന്ന പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. നാളികേരം ഉണക്ക അവർക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ അവിടെ, വലിയ ഏക്കർ കണക്കിന് പറമ്പല്ല. അപ്പോൾ അവരെ ശ്രീധരേട്ടൻ്റെ പെങ്ങള് കൊടുങ്ങല്ലൂരിലുണ്ട്. അവർ പറഞ്ഞു നമുക്ക് ഇത്തവണ ഈ കൊപ്രാട്ടാന്ന് പറഞ്ഞു. അവർ കൊടുങ്ങല്ലൂർക്ക് അവർക്ക് കൊപ്രയൊക്കെ അല്ല നാളികേരം വെട്ടി ഉണക്കി കൊപ്രയാട്ടി വെളിച്ചെണ്ണയാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ കൊപ്രയാക്കിയിട്ട് കൊടുക്കും. അപ്പം ലാഭം ഈ പറഞ്ഞതിൻ്റെ ഇരട്ടിയെ കിട്ടാന്ന്. നാളികേരം കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി ലാഭം കൊപ്രയാക്കിയിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ഇതാക്കാനായിട്ടുള്ള അറിയുന്ന ആളില്ലേ, കൊപ്രയാക്കി കൊടുക്കാനുള്ള അറിയുന്ന ഒരാൾ വേണമല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു ജോലിക്കാരുണ്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ അടുത്താണ് അവരുടെ വീട്. അവിടെ നിന്ന് ഒരാളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു, ഇവിടേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ആൾ നാളികേരം പൊതിക്കൽ തുടങ്ങി. നാളികേരം പൊതിക്കലെന്ന് പറഞ്ഞാൽ ചില്ലറ നാളികേരം പോലെ മറ്റേ ഈ ഇതിന് പാര പൊതിച്ച് കംപ്ലീറ്റ്. അപ്പം ഞങ്ങളെല്ലാവരും സഹായിക്കാനായിട്ട് ചെന്നു. ഇവിടെയുള്ള എല്ലാവരും നമ്മുടെ വീട്ടുകാരാണ് മെയിനായിട്ട്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും സഹായിക്കാൻ ചെന്നു. അവിടെ ഒരു ഉന്തുവണ്ടിൻ്റെ കൊപ്ര ഉണക്കണത് നമ്മുടെ കണ്ടത്തിലിട്ടിട്ട് നല്ല വേനൽക്കാലത്ത് നാളികേരത്തിൽ ഞങ്ങൾ കിടന്ന ആറാടായിരുന്നു. നാളികേരം തിന്നും, നാളികേരം വെള്ളം കുടിച്ചും കൊപ്ര തിന്നും. ആ ഒരു അതവർക്ക് സന്തോഷമായിരുന്നു. നമ്മൾ പണിയെടുക്കൽ തന്നെയായിരുന്നു. ആൾക്കധികം പണിയെടുക്കേണ്ടി വരുന്നില്ല. ഇത് ആൾക്ക് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആളെ പേരൊക്കെ ഞാൻ മറന്നു. പക്ഷെ ഞങ്ങൾ പിള്ളേരുകളെല്ലാവരും അങ്ങനെ ആ കൊല്ലം കൊപ്രയായിട്ടാണ് അവർ കൊടുത്തത് നാളികേരേ. അപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ട്. അത് കൂടുതൽ ചിലപ്പോൾ ഇട്ടുണ്ടല്ലോ സരിത കണ്ടത് ഉണങ്ങി എന്തുകൊണ്ട് അല്ല അങ്ങനെ ഒരു കാലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നേ, കൊപ്രയും നാളികേരൊക്കെ തിന്നാനായിട്ടില്ലേ. പിന്നെ അത് ഇഷ്ടം പോലെ ആയിപ്പോൾ പിന്നെ നാളികേരം നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ആയി. പിന്നെ ഇമ്രത് എന്തുട്ട സംഗതി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇമ്രാനെ ഇതൊന്നുമില്ല, ഇത് വെറും കൊപ്രയാണ്. ഇത് പുതിയതായിരുന്ന സുഖാട്ട സരിത.
സരിത നമ്മുടെ അതിലത്തെ വെള്ളം ഒന്ന് ഫുള്ളൊന്ന് മാറ്റിയാലോ? ഞാൻ പറഞ്ഞു ഒന്ന് മാറ്റാൻ വെച്ചിട്ട് കഴുകി സ്വിമ്മിംഗ് പൂളിലത്തെ ഇപ്പോഴൊന്നും മാറ്റണ്ടെന്ന് പറഞ്ഞിട്ട് അതൊന്ന് മാറ്റാം. ചെളിയിട്ടുണ്ട് ഫുള്ള്. അല്ല എന്തായാലും ഇവിടെ നനയ്ക്കണം. നനയ്ക്കാം. ആ വെള്ളം നനയ്ക്കാനെടുക്കാം. കുറച്ച് ദിവസം നനയ്ക്കാൻ എടുത്ത് കഴിഞ്ഞാ വെള്ളം മുഴുവൻ കഴിയും. വെറുതെ മോട്ടർ വിട്ട് കളയണ്ടല്ലോ. ഇതെന്താണ് ഇങ്ങനെയൊക്കെ നീറിയണേ? കാലുമില്ലിക്കോളും മറ്റേ ആ സാധനം അത് ആ ഗെയിമിന് എന്താ പറയാ, കുറച്ച് ഇതുകൾ ഇങ്ങനെ വെച്ചിട്ട് ബോളിങ്ങോ ഇങ്ങനെ എറിഞ്ഞിട്ട് അതൊക്കെ തട്ടി അത് മെയിനായിട്ട് ടോമും ജെറിയില്ലേ, അവര് ടോമും ജെറി അങ്ങോട്ട് കൂടി കളിക്കില്ലേ? എന്താ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ എടുക്കുമ്പോ ആ സാധനം വീഴും. ഇമ്രാന് മനസ്സിലായില്ല എന്തൊരു സംഗതി ഉണ്ട് മനസ്സിലായിട്ടുണ്ട്. ചാർലിയാണെങ്കിൽ അപ്പ നിക്കണം നിൽപ്പാ. ഇത് കെടുക്കാൻ പാടോ ഇരിക്കാൻ പാടോ എന്നൊന്നും അതിനറിയില്ല പാവം. അപ്പൊ ഞാൻ ഒറ്റടിക്ക് 100-400 നാളികേരൊക്കെ പൊതിച്ചിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ 400 നാളികേരം ഉണ്ടാവില്ലേ നമുക്ക്? മൊത്തം മുകളിൽ കുറെ ഉണക്ക നാളികേരം കൂടി ഉണ്ട്. അതുമല്ല മഴ കൊണ്ട് വെട്ടേണ്ടി വരും. ചകിരി അടക്കം ഇങ്ങനെ വെയിലത്ത് അപ്പൊ തന്നെ പോരും. കൊപ്ര കൈ പോയാ സ്ലിപ്പായിതാടോ. വല്ലാണ്ട് ആവേശം വേണ്ട. വല്ലാണ്ട് ആവേശം കാണിക്കുന്നില്ലേ? ഇത് ചില നാളികേരത്തിന് ചകിരി കണ്ട ഇതിന് കണ്ടമാനം ചകിരിയെ. ചിലതിന് ചകിരി ഉണ്ടാവില്ല. പിന്നെ നാളികേരം വരെ ഒന്ന് പേടിച്ചിട്ടോ. ജഗ്ഗു അങ്ങനെ ചെയ്യല്ലേ, ജഗ്ഗു മേത്തുകൊള്ളും. ഇവിടെ ആൾക്കാർ കണ്ടില്ലേ? തോന്നിയ പോലെ ചെയ്യുമ്പോ പണ്ടത്തെ എല്ലാവരും മനഃശാസ്ത്രങ്ങളാ. അപ്പൊ എന്താ ബക്കറ്റിൽ കൊണ്ടല്ലോ നിർത്തിയേ? കൊറേ വട്ടം നടക്കണ്ടേ? പലഹാരം ഉണ്ടാക്കാറിയാ? ഇത് മുഴുവൻ പൊതിച്ചു കഴിയണ്ട ചേട്ടന്റെ. നിനക്ക് വേണമെങ്കിൽ രണ്ട് നാളെ നീ പൊതിച്ചു പഴയതുമേ വെറുതെ പൊതിക്കി. എന്നാ ഞാൻ പുതിയതുമോ പൊതിക്കാം ചേട്ടാ, പഴയതും പൊതിച്ചോ. സരിതി നാളികേരം പൊതിക്കാൻ വന്നിട്ടാ. സരിതിക്ക് നാളികേരം പൊതിച്ച് പരിചയമില്ല. ഞങ്ങൾ ഇന്നലെ വാഴ സിനിമ പോയി കണ്ടു. വാഴ 2 നല്ല സിനിമ ചേട്ടാ. ഫുള്ളാ തുടങ്ങാനായിട്ട് ഫുള്ളാ. ചേട്ടന് ഒന്നും മനസ്സിലായില്ല. മനസ്സിലാവായില്ല. ഇവരൊക്കെ ഇരുന്ന് ചിരിക്കണ്ടായിരുന്നു. എനിക്കത്ര ചിരിയൊന്നും വന്നില്ല. ഈ ചില കാര്യങ്ങൾ പറയില്ലേ, ഈ നമ്മൾ ചില സിനിമകളൊക്കെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഗൗരവത്തിലാണ്ടിരിക്കുന്നതാണ്. ഇവരൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും. അതെന്തുകൊണ്ടാന്ന് ഇപ്പം ഞാൻ നാളെ ഒരാളെ ഒരു എഴുതിയിട്ടുണ്ട് വായിച്ചിട്ടാണ്. അത് ഭയങ്കര രസമാണ് എഴുതിയോണത്. അയാളെ എഴുതിയേക്കണെന്ന് പറഞ്ഞ ഒരു പ്രായമായിട്ടുള്ള ആളിനെ, ഒരു 10-50 വയസ്സായിട്ടുള്ള ഒരാളാണ് എഴുതിയേക്കണത്. സരിത കേൾക്കാം. എത്ര വയസ്സായത്? 10-50 വയസ്സായിട്ടുള്ള ആളെ എഴുതിയേക്കണത്. ആളെഴുതിയേക്കണത് നമ്മളിപ്പോൾ അതെൻ്റെ എൻ്റെ ഇത് തന്നെ. ഇപ്പോൾ ഒരുവിധം പ്രായമായിട്ടുള്ളവർ ഇങ്ങനത്തെ ഓരോ തമാശകൾ മറ്റുള്ളവർ പറയുന്നു. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരുന്നുണ്ടാവില്ല. സിനിമ കാണുമ്പോഴും ഗൗരവത്തിൽ സീരിയസ് ആയിട്ടിരിക്കുന്നുണ്ടാവും. നാടകം കാണുമ്പോൾ അങ്ങനത്തെ കുറേ എന്ത് കാണുകയാണെങ്കിലും വലിയ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചില്ലേ, ഞങ്ങളെ പോലുള്ളവരെല്ലാ ഇതിലും അനുഭവിച്ചു വന്നിട്ടുള്ളവരാ. തമാശകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാരമ്യത്തിലെത്തിയിട്ടുള്ള തമാശകൾ ആസ്വദിച്ച് കഴിഞ്ഞിട്ടുള്ളതാ. ഇപ്പോഴത്തെ സിനിമകളത്തെ തമാശകളൊക്കെ നമുക്ക് കേട്ട് കഴിഞ്ഞ് ചിരിക്കാൻ തന്നെ അതിൽ വകുപ്പില്ല. മനസ്സിലായില്ലേ? നിങ്ങളല്ല ഇപ്പോഴത്തെ പുതിയ സിനിമകളത്തെ വല്ല തമാശകൾ പറഞ്ഞിരിക്കാൻ പറ്റിയതെല്ലാം ഉണ്ടാ ആലോചിക്കുക. എനിക്കറിയില്ല ചേട്ടൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെ. അല്ല എൻ്റെ മാത്രല്ലാന്ന്, എൻ്റെ പ്രായത്തിലുള്ള ആളുകളൊക്കെ ഇതേ സിനിമ OTT ഇറങ്ങുമ്പോ ഞങ്ങൾ വീണ്ടും കാണും. ചിലപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളാണെങ്കിലേ OTT ഇറങ്ങുമ്പോ നമ്മൾ വീണ്ടും കാണും, തിരിച്ചിരിക്കുന്നതാണ്. ചിലത് തണ്ണീർമത്തൻ ദിനങ്ങൾ, പ്രേമലു, ഇതൊന്നും ചേട്ടൻ ഇഷ്ടമായിട്ടേ ഇല്ല. രോമാഞ്ചം ഇതൊന്നും ഇഷ്ടമായിട്ടില്ല. പക്ഷെ OTT ഇറങ്ങി കാണുമ്പോൾ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുന്നതാണ്. വലിയ കുഴപ്പമില്ലല്ലോ, ഇപ്പൊ ഇത് കാണുമ്പോൾ നല്ല രസമുണ്ടല്ലോ. അന്ന് എന്താണ് എനിക്ക് ഇഷ്ടമായില്ല. അല്ല, ഞാൻ അതിന്റെ ആസ്വാദന നിലവാരത്തിലേക്ക് എത്തിച്ചേരാണ്. മനസ്സിലായ? അപ്പൊ ചേട്ടൻ ചേട്ടൻ താഴ്ത്താണല്ലേ? അല്ല, അതിലേക്ക് എത്താണ്. അതിന്റെ ഇതിരിക്കണ്ടേ. സർവമായ സിനിമ കണ്ടിട്ട് നമ്മളിങ്ങനെ എന്താ പറയാ, ലോജിക്കൊന്നും ഇല്ലെങ്കിലും ഒരു ഫീൽ ഗുഡ് പടാണല്ലോ. എനിക്ക് വലിയ പറയേ അതിൽ ചില കാര്യങ്ങൾ നമുക്കൊരു ഇതാവാത്ത തോന്നി. പക്ഷെ ആ സിനിമ കണ്ടിട്ട് ഇങ്ങനെ ആ ഒരു ഫീലിൽ ഇങ്ങനെ വരാം. അപ്പൊ ചേട്ടൻ ഈ സിനിമ കുറേ സമയം കിടന്ന് ഉറങ്ങണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാൻ നോക്കുമ്പോൾ നല്ല ഉറക്കാം. അപ്പോൾ സെക്കൻഡ് ഇത് ബുക്ക് ചെയ്യുമ്പോൾ എന്നോട് എപ്പോഴും പറയും സെക്കൻഡ് സമ്മതിക്കുള്ളൂ ബുക്ക് ചെയ്യാനായിട്ട്. പകൽ സമയം ബുക്ക് ചെയ്യാൻ സമ്മതിക്കില്ല ചേട്ടൻ.
സെക്കൻഡ് മതി. പകല് നമ്മുടെ സിനിമ കണ്ടിട്ട് അത്ര സമയം നമ്മുടെ പോവും, പകൽ സമയം പോവും, രാത്രി ആകുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഉറങ്ങലാണ് പണി തിയേറ്ററിൽ. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാം സിനിമയിൽ നിന്നും എന്ത് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് പറഞ്ഞത്. സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ചേട്ടൻ പറയണതാണ് ഈ സിനിമയിൽ നിന്ന് നമ്മൾ എന്ത് പാഠം പഠിച്ചു. അപ്പം ഞാനും ജഗ്ഗും പാഠം പഠിക്കും. അത്ര ആലോചിക്കുമ്പോൾ നമ്മളെപ്പോഴും റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. ഡോർ തുറന്നിട്ട് ഇറങ്ങുമ്പോൾ വലതുവശത്തെ ഡോർ തുറന്നിട്ട് വണ്ടികൾ പിന്നീന്ന് അവിടെ നിന്ന് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഇതിന് പഠിക്കാനുള്ള ഒരു പാഠം എന്ന് പറഞ്ഞു. ശരിയല്ലേ? ചൊറിയാൻ പാടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ലാസ്റ്റ് ആയപ്പോ ചേട്ടൻ കണ്ടു ഇതൊരു സുഖല്ലേ പൊതിക്കത്. ചേട്ടൻ തന്നെ പൊതിക്കാൻ പറ്റാത്തത് അവിടെ കിട്ടോ. അതുമ്പോ ഞാൻ കൊറേ നേരം പണിയെടുക്കണം. അതങ്ങനെയാണ്. അല്ല അതിന്ന് പഠിക്കാനുള്ള പാടേ അപകടങ്ങളൊക്കെ ഉണ്ടാവണത് ഈ കാറ് ഒരു റോഡിന്റെ സൈഡിൽ നിർത്തിയിട്ട് നമ്മൾ വലതുവശത്ത് പിന്നിലത്തെ വണ്ടി വരേണ്ട ഒന്ന് നോക്കുന്നതിന് മുമ്പ് ഡോർ തുറന്നിട്ട് അപകടത്തിൽപ്പെടുന്നതാണ് അതിലത്തെ മെയിൻ കാര്യം. അതാണ് അതിന് പഠിക്കാനുള്ള പാഠം എന്ന് പറഞ്ഞു. ശരി തന്നെയല്ലേ? എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയല്ല. ഇന്നലത്തെ വാഴ കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഉപദേശം കൊണ്ട് ഉപദേശം ഒന്നും ഞാൻ പറഞ്ഞില്ല. നിന്നും നമുക്ക് എന്ത് പഠിക്കാം ഈ സിനിമയിൽ? രണ്ട് കാര്യങ്ങളെ ഞാൻ പറഞ്ഞല്ലോ. ജഗ്ഗുവാണ് ഇന്റർവെല് കഴിഞ്ഞപ്പോൾ ഇന്ന് തന്നെ ഇങ്ങനെ പേടിച്ച് വെറുങ്ങലിച്ചിട്ടിരിക്കുന്നുണ്ട്. ആകെ നെഗറ്റീവ് അടിച്ചു ജഗ്ഗുവിന്. പിന്നെ പോപ്കോണും വേണ്ട, ഇന്റർവെല്ലായപ്പോൾ വേറെ ഒന്നും വേണ്ട, ഒന്നും ഇറങ്ങുള്ളേ, ആകെ ഡാർക്കായി. ഞാൻ ഇനി +1 പോണ അമ്മേ എൻ്റെ അടുത്ത് ചോദിക്കുക ഇന്റർവെല്ലായപ്പോ. സ്കൂളിലേക്ക് തന്നെ പോവാൻ പേടി. എന്തുട്ടാടാ അതിൻ്റെ അടുത്ത് എറിഞ്ഞു. ഈ സിനിമയിലും കുറെ സമയം കിടന്ന് ഉറങ്ങണ്ടായിരുന്നു. വാഴ കാണാൻ പോയിട്ട് കിടന്ന് ഉറങ്ങണ്ടായിരുന്നു ചേട്ടൻ. എന്നിട്ട് പറയും പടം നന്നായിട്ടില്ലെന്നോ. എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നു. പക്ഷെ നല്ല പടാട്ടാ, നല്ല സിനിമയാണ്. നല്ല സിനിമയെന്ന് പറഞ്ഞാൽ കുറെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കുറെ പഠിക്കാനുണ്ട്. കുറെ കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാൻ പോകാണ്ടിരുന്ന് തോന്നിയ പോലെ കളിച്ചൊക്കെ നടന്നു കഴിഞ്ഞാൽ ഈ കുറെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും ജീവിതത്തിൽ. നമ്മൾ കാണുന്ന ഈ ലോകമല്ല, പുറത്തേക്ക് പോകുമ്പോഴും മറ്റോടത്തൊക്കെ കാണുന്ന ലോകത്തിലുള്ള കുറെ കാര്യങ്ങൾ, അങ്ങനത്തെ കുറെ ഉപദേശങ്ങളും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളോട് പുതിയ തലമുറ പൊരുത്തപ്പെട്ട് പോകുമ്പോൾ ഉണ്ടാവണ പ്രശ്നങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ കാതല് അല്ലേ? ഇത് എനിക്ക് തോന്നണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ കാണുമ്പോൾ ഇഷ്ടപ്പെടാണ്ടിരിക്കും, വീട്ടിലിരുന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയും ചെയ്യണത്. തിയേറ്ററിൽ കാണുമ്പോൾ ഒരു അതിലൊക്കെ ഉറങ്ങല്ലേ ഇടയിൽ, അപ്പം അതിൻ്റെ കണ്ടിന്യൂറ്റി പോയി. വീട്ടിലിരുന്ന് കാണുമ്പോൾ ഫുള്ള് കാണുമ്പോഴാണ് സംഭവം മനസ്സിലാവണം എന്തിട്ടാന്ന്. അതാ ഇഷ്ടപ്പെടണമെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ആ ജയ 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 ഹേ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ചേട്ടന്? ഇപ്പൊ ടി വിയിൽ വരുമ്പോഴൊക്കെ അതിരുന്ന് കാണും. ജയ 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 അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല തിയേറ്ററിൽ കാണുമ്പോൾ. എനിക്ക് ഇമ്രാൻ നാളിരം പഠിക്കുന്ന അവിടെ നീങ്ങണില്ലേ കണ്ണിലും മൂക്കിലൊക്കെ. അതതിനിഷ്ടത്. പൊതിക്കാണ്ടിതിൻ്റെ കയ്യൊക്കെ നോക്കിയേ ഉണങ്ങി ചുക്ക് പരിവായി. അതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. പച്ചനാളികേരാണ് എപ്പോഴും ഇവിടെ തന്നെ ചെയ്യാൻ കണ്ടില്ല. ഇതുപോലെ ചകിരി നാളികേരത്തമ്മ പശു വെച്ച് ഒട്ടിച്ച പോലെയേ ചിലതൊക്കെ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് മണ്ടരി ഇല്ലാത്ത നാളികേരം കിട്ടി കിടന്നു. പിന്നെ ഒരു ടൈമിലാണ് മണ്ടരി വന്നപ്പോഴാണ് ഈ നാളികേരത്തിൻ്റെ മോൾ വശം ഇതിങ്ങനെയൊക്കെ ആയത്. ഇതിങ്ങനത്തെ കേടുകൾ വന്ന് തുടങ്ങിയത് കണ്ട ഈ ചുക്കിരി പിടിച്ചിട്ട് സാധനങ്ങൾ വന്ന് നടന്നത്. ആദ്യം അങ്ങനെയില്ലേ, നല്ല സുഖമായിരുന്നു നാളികേരം പൊതിക്കാനായാലും എന്തിനായാലും. മണ്ടരി എവിടെ നിന്നാണ് വന്നത്? മണ്ടരി പിടിച്ച നാളികേരം ആയിരുന്നു അവിടെ സാധനം ഉണ്ടാക്കാൻ പലഹാരം. ആദ്യം തന്നെ തീ കത്തിക്കുന്നു. റവ കൊണ്ടുള്ള ഒരു അടയാണ് കേട്ടാ. സാധാരണ അട പോലെ തന്നെ ഇത് റവയാന്ന് മാത്രം. ഉണ്ടാക്കിയിട്ടില്ല നമ്മള്. ഉണ്ടാക്കിയിട്ടില്ല. പാത്രം ചൂടാവട്ടെ. പാത്രം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നെയ്യ് ഒഴിക്കാം. അതിലേക്ക് റവ ഇടാം. ഒരു 3/4 കപ്പ്. ഇതിപ്പോൾ അരക്കപ്പാണ് കേട്ടോ. അരക്കപ്പിൽ ഞാനൊരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതായത് നോർമൽ ശരിക്കും അളവ് പറയുകയാണെങ്കിൽ 3/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റഡ് റവയാണ് കേട്ടോ. എന്നാലും ഒന്ന് വറക്കാത്ത റവയാണെങ്കിൽ പിന്നെ വറക്കല്ല വേണ്ട. അല്ല ഇത് റോസ്റ്റഡ് ആണ്, പക്ഷെ എന്നാലും നമ്മൾ നെയ്യിലൊന്ന് വറക്കണം. ഇത് പാകത്തിനൊന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ. അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കരപ്പൊടി,
5-10 നാളികേരം വീട്ടിലത്തെ ആവശ്യത്തിന് മാറ്റിക്കല്ലേ. എൻ്റെ കൈ കഴിച്ചു കുറച്ചു നേരം, കൈ കഴിച്ചു പരുവായി. 2 മിനിറ്റ് നേരം റെസ്റ്റ്. എന്തൊരു സുഖം. ഫാൻ നല്ല സുഖം. അവിടെ കിടന്നപ്പോൾ വെറുതെ കുറച്ച് നാളികേരം കൂടിയല്ലോ. ഇതിപ്പോൾ ഇനി മുകളിൽ നല്ലപോലെ ചുക്ക് പോലെ ഉണക്കള നാളികേരം ഒരു 10-100 ഉണ്ട്. അത് വെട്ടോതിണ്ട് നടു വെട്ടി പൊളിച്ചിട്ട് ഒപ്പറയാക്കാൻ പറ്റില്ല. ഇതിൽ ഇങ്ങനെയാക്കാൻ പറ്റില്ല, ഇതിൽ പൊതിക്കാൻ പറ്റിയത് ഉണങ്ങി പരുവ അതിൻ്റെ ചിരട്ടോട് ഒട്ടി പിടിച്ചിരിക്കുക. പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളികേരം ഇടാനായിട്ട് ആൾ വരും. അപ്പോൾ ഒരു 10-100 നാളികേരം കൂടി കിട്ടും. അതുകൂടി കൂട്ടി ചേർത്തിട്ട് ആക്കാനാണ്. നല്ലൊരു 400 നാളികേരം 450 നാളികേരം നമുക്ക് ആട്ടാണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു 10-20 കിലോ വെളിച്ചെണ്ണ നമുക്ക് കിട്ടാം. അതിപ്പോൾ ഇത് മാത്രമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം കിട്ടില്ലല്ലോ. അപ്പോൾ ഇത് കുറച്ചും കൂടി നാളികേരം ആക്കാനായിട്ടൊരു 10-20 നാളികേരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നാളികേരം പൊയ്ക്കൽ കഴിഞ്ഞു. ഇത് ഒരു ബൗളിലേക്ക് മാറ്റാട്ടാ. അല്ല, ബൗളിലേക്ക് മാറ്റണതിനേക്കാൾ മുന്നേ ഇത് നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ചേർക്കേണ്ട സാധനം എന്താണെന്ന് പറയുക, ഒരു റോബസ്റ്റ് പഴം. അപ്പോൾ റോബസ്റ്റ് പഴം ഇതിലേക്ക് ഇട്ടിട്ട് ആദ്യം ഉടച്ചെടുക്കാം. ഈ പഴം ഉടച്ച് വെച്ചതിലേക്ക് ഇതിട്ടു ഈ മിക്സ്. ഈ ശർക്കര പൊടിക്ക് പകരം ശർക്കര ഉരുക്കിയത് ചേർക്കാട്ടാ. ശർക്കരപ്പൊടി ഇങ്ങനെ ഇരിക്കണ കാരണം കൊണ്ട് ഞാനത് ഇട്ടു എന്ന് മാത്രം. ഇതിലേക്ക് കുറച്ച് നാളികേരം ചെരുകിയത്, പിന്നെ കുറച്ച് ഏലക്കായ്പ്പൊടി മിക്സ് ചെയ്യാം. ചേട്ടാ അല്ല വേണ്ടട്ടാ. എന്തേ വാഴലല്ലേ? ആ വാഴല, സോറി വാഴല. ഞാനേ വാഴല വേണമെന്ന് ആലോചിക്കുമ്പോൾ പണ്ടല്ല കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ മുകളിൽ സ്വർണ്ണപ്പടി ഉണ്ടായിരുന്നു. ബിനോയും ഷിബിനും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഉച്ചരി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഷിബിന് പിന്നെ എന്തൊരു പലഹാരങ്ങളായാലും കുഴപ്പമൊന്നുമില്ല, ഇതൊന്നുമില്ല. ബിനോയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എരിവും ഇതൊക്കെയുള്ള പലഹാരങ്ങളാണ് ഇഷ്ടം. അപ്പോൾ ഉച്ചരിഞ്ഞാകുമ്പോൾ ചായരൊപ്പം എന്തെങ്കിലും പലഹാരം കടിക്കാനായിട്ട് കൊടുക്കും. ഇനിയിപ്പോൾ അല്പം നേരം വൈകാണെങ്കിൽ ഞാൻ ഈ പൊറോട്ടയും ഈ മുട്ട റോസ്റ്റൊക്കെ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും. ഉച്ചരിഞ്ഞാകുമ്പോൾ ഈ ബിനോയ്ക്ക് ഉച്ചരിഞ്ഞ് എന്തുട്ടാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഭയങ്കര. ഉച്ചരിഞ്ഞ് ഞാൻ ഉണ്ടാക്കി കൊടുക്കണവർക്ക് വലിയ ഇഷ്ടമില്ല. അതന്നെ വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. പൊറോട്ടയും മുട്ടക്കറി നല്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ട് മസാല ദോശ പുട്ട് കടലയും അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഉപ്പുമാവ് അതൊക്കെയാണ്. അപ്പൊ ആള് മോളിൽ നിന്ന് ഉച്ചരിഞ്ഞ് ഒരു 4:30 ആകുമ്പോ ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ ആളെ ശ്രദ്ധ ഭയങ്കര ഇതാണ് കേട്ടോ. 6-ാം ഇന്ദ്രിയുണ്ട്, 7-ാം ഇന്ദ്രിയ 6-ാം ഇന്ദ്രിയൊക്കെ പ്രവർത്തിച്ചു തുടങ്ങും. ആളാലോചിക്കും. അപ്പം പെട്ടെന്ന് വാഴല കീറുന്ന ശബ്ദം കേട്ടു. ഇവിടെ വാഴകളുണ്ട് കുറേ. ചതിച്ചു. ഷിബിയോട് പറയും വാഴല കീറുന്ന സൗണ്ട് ഒന്നും മോളിക്ക് കേൾക്കില്ലേ. അവൻ എനിക്ക് വന്നിട്ട് ഇവിടെ നിൽക്കും ചിലപ്പോൾ. അപ്പം ഞാനിങ്ങനെ ഇവിടെയൊക്കെ വാഴക്കൂട്ടങ്ങളുണ്ടായിരുന്നു. വാഴല കീറുന്നത് അവൻ കണ്ടാലാണ് പറയാ. അങ്ങനെ പറയാ? ആ അതാ ചേച്ചി അവിടെ പോയി പറയും ഷിബിൻ്റെ അടുത്ത്. അവിടെ ചേച്ചി വാഴല കീറുന്നുണ്ട്. അപ്പം ആളുടെ മൂട് പോയി. നമുക്കെന്ന് പറഞ്ഞാൽ ആട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അത് ചില ആളുകൾക്ക് അങ്ങനെയാണല്ലേ. ഇത് ഇങ്ങനെ ആക്കിയപ്പോൾ തന്നെ നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇതിങ്ങനെ പാകത്തിനുള്ള ഒരു ഇതിൽ കിട്ടി. കണ്ട ഇങ്ങനെ കിട്ടും ഈ പഴവും എല്ലാം ചേർത്ത് മിക്സ് ചെയ്തപ്പോൾ. അതുകൊണ്ട് പരമാവധി ശർക്കരപ്പൊടിയാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളത്തിൽ ശർക്കര ഉരുക്കിയിട്ട് ചേർക്കാം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെള്ളം പോലെയും. 2 വാഴല കയറിയിട്ട് വരാം. വാഴല കയറാനേ ഭയങ്കര ബുദ്ധിമുട്ട്. ഇതിങ്ങനെ നല്ല കുറച്ച് ലൂസിലിരിക്കണം കേട്ടോ. സാധാരണ നമ്മൾ അട ഉണ്ടാക്കണ ഇതിലല്ലാണ്ട്. അപ്പോൾ ലൂസ് കുറവ് പോലെയാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. ശർക്കര ഉരുക്കിയതാ ഒഴിക്കണമെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല. ഇത് ഇത്തിരി ലൂസിലിരിക്കണം. എന്നിട്ട് ഇനി ഇത് ഇലയിലാക്കിയിട്ട് സാധാരണ പോലെ തന്നെ പുഴുങ്ങിയെടുക്കുക. കുഞ്ഞു അടകൾ ഉണ്ടാക്കിയ പോരെ? നിനക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയോ? എങ്കിലും ഞാനത് 100 നീ ഇതിനും ഇങ്ങനെയുള്ളതൊക്കെ ഒരു ജാതി ചുക്കിലി പിടിച്ച നാളികേരങ്ങളാ തരുതേ. ഒരു 10-15 ഉണ്ട് അങ്ങനത്തെ.
ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം തിളക്കട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് പരത്താം. ഒരെണ്ണം ഞാൻ പരത്തി വെച്ചു. ജഗ്ഗുവിന് ഭയങ്കര ഇഷ്ടമാണ് അടാ. അവിടെ ഇപ്പുള്ള ആളുകൾക്കൊന്നും ഇഷ്ടല്ലേ. ഇതെന്താണ് ഈ കുട്ടികളുടെ ടേസ്റ്റിന്റെ ഇതൊക്കെ മാറിപ്പോയത്? നാവിന്റെ രുചിക്കൊക്കെ മാറി. ഇവർക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആ വക സാധനങ്ങളോടൊക്കെ ഇഷ്ടമായവൻ കാരണം എന്താ? ഇതൊക്കെ ഇഷ്ടാവാതിരിക്കാൻ? അല്ല, ഇതൊക്കെ ഇഷ്ടമുള്ള കുട്ടികളുണ്ട് കേട്ടാ, ഇഷ്ടം പോയിണ്ട്. ഇവന് മധുരം ഇഷ്ടമില്ലാത്തോണ്ടാണ് ഇവന് ഇതൊന്നും ഇഷ്ടമില്ലാത്തത്. ബേക്കറി സാധനങ്ങളും ഇഷ്ടമില്ല. ലഡു, ജിലേബി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, കേക്ക്, അതൊന്നും ഇവന് ഇഷ്ടമില്ല. അത് ഭാഗ്യായി. അങ്ങനെ മിഠായികള് കൊറേ, അതൊന്നും ഇഷ്ടമില്ല. ഇപ്പൊ പൊണ്ണ തടി ജഗ്ഗു കഴിക്കണില്ലേ? പൊണ്ണത്തടി വേഗം വരില്ലോ. പരീക്ഷ കഴിഞ്ഞിട്ട് വരുമ്പോ ജഗ്ഗുവിന്റെ അടുത്ത് എങ്ങനെയുണ്ടായിരുന്നു എക്സാം ചോദിക്കുമ്പോ ജഗ്ഗു ഒന്നും പറയില്ല. അപ്പൊ അതെന്തോ ഒന്നും പറയാത്ത ആവോ എന്ന് പറയും. അപ്പൊ നീയല്ല പരീക്ഷ എഴുതിയ ആള്, നിനക്കെല്ലാം അറിയുള്ളോ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, എളുപ്പമുണ്ടായിരുന്നാ? അപ്പോൾ പറയും എളുപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അമ്മ എക്സ്പെക്ട് ചെയ്യും A+ കിട്ടുന്നു. എളുപ്പമില്ല എന്ന് പറഞ്ഞാൽ അമ്മ ടെൻഷനാവും, മാർക്ക് കുറഞ്ഞു പോകും, അല്ലാണ്ട് കുറഞ്ഞു പോകുകയെന്ന് വെച്ചാൽ. അതുകൊണ്ടാണ് ഇത്ര ഒന്നും പറയാത്തത്. എക്സ്പെക്ട് ചെയ്യുന്നു. പതുക്കെ മുങ്ങണോക്ക്. കഴിക്കുന്നേ കാപ്പി വേണോ ജഗ്ഗുവിന്? എന്നാ അവിടെ കാപ്പി നീ ഉണ്ടാക്കിക്കോ അടുക്കളയില്. എന്നാ വേണ്ട അല്ലേ? എന്നാ കാപ്പി വേണ്ട അല്ലേ? ഈ സ്കൂള് പൂട്ടല് നിന്നെ പാചകം ഒക്കെ പഠിപ്പിക്കും. 10ാം ക്ലാസ് സ്കൂള് പൂട്ടിയപ്പോഴാണ് എന്നെ എൻ്റെ അമ്മ പഠിപ്പിച്ചത്. ഓരോന്നൊക്കെ അടുക്കളയിൽ വന്ന് നിൽക്കാൻ പറയും അമ്മ പണികൾ എടുക്കുമ്പോൾ. നമുക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് കുറച്ച് പണികൾ പറഞ്ഞിട്ടുണ്ട്. അടിച്ചു വാരുക, തുടയ്ക്കുക, അലക്കുക, മുറ്റടിച്ചു വാരുക, പാത്രം കഴുകുക, ഇങ്ങനെയുള്ള പണികളൊക്കെ നമ്മൾക്കാണ്. പിന്നെ കൂട്ടാലികൾ അരച്ചു കൊടുക്കണം അമ്മീമ്മേ, ഇതെല്ലാതും ചെയ്ത് കൊടുക്കണം. ഈ അടുക്കളയിൽ നിന്നിട്ട് ഈ കൂട്ടിയല്ലാതെ അടുപ്പിൻ്റെ അവിടെ നിന്ന് കൂട്ടി എല്ലാം ശരിയാക്കലാണ് അമ്മയ്ക്കുള്ളൂ. അപ്പം ഈ പണികളെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കളിക്കാൻ പോകാൻ വെച്ചിട്ടാണ് നമ്മളിത് വേഗം കാലത്ത് എണീക്കുമ്പോഴേക്കും ചെയ്ത് തീർക്കുക. അപ്പോഴാണ് ഇത് കഴിയുമ്പോൾ പോകാൻ വരട്ടെ, പോണോടത്തുനിന്ന് വിളിക്കും, എവിടെയായാലും കയറില്ല. വിളിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ കളിക്കുന്നുണ്ടാവും. എനിക്ക് വീട്ടിൽ പണി തന്നെ പണി. ഈ പണികളൊക്കെ കഴിഞ്ഞാലും പാചകം. പക്ഷെ എനിക്ക് പാചകം വലിയ ഇഷ്ടമില്ല. അന്നും ഇഷ്ടമില്ല, ഇന്നും ഇഷ്ടമില്ല. എല്ലാതും കൂടി വെച്ച് കഴിഞ്ഞ് വേവും. ലാസ്റ്റ് കേട്ടാ തനി പണ്ടേ ഇങ്ങനത്തെ സാധനങ്ങൾ പൊതിച്ച് തോറ്റു. ഇങ്ങനത്തെ സാധനങ്ങൾ കഴിഞ്ഞു. എത്ര നാളെയാണ് തണ്ണി നോക്കണം വെറുതെ അറിയാലോ നമുക്ക്. എത്ര രൂപ പണിയെടുത്തു അറിയാലോ. അപ്പൊ അല്ല, പണിക്ക് പ്രാധാന്യം ഇല്ല. അല്ല, അവർക്ക് 1 രൂപയല്ലേ കൊടുക്കാൻ നമ്മള്. സുരേഷേട്ടൻ വന്നിരുന്നെങ്കിൽ ഒരു നാളേരത്തിൽ 1 രൂപ 1.80 ഇപ്പൊ. അതെ, 10, 12, 26, 50, 52, 60, 90, 92, 94, 96, 98 കറക്റ്റ് 100. ഷേ 100 നാളികേര പോയി 100 അല്ല 150 രൂപ വരെ പണിയായിട്ടുള്ളോ. അത് പറഞ്ഞിട്ട് കാര്യമില്ലേ, ഭയങ്കര പണി ഇത്. ഇപ്പൊ 100 നാളികേരത്തോളം മുകളിലുണ്ട് ഉണക്ക. അത് വെട്ടി ഇതാക്കണം. അതുമല്ല, ഇതുമ്പോ വെച്ചിട്ട് മഴ കൊണ്ട് അല്ലെങ്കിൽ മറ്റേ വെട്ടത്തോണ്ട് വെട്ടി പൊളിച്ചിട്ട് അങ്ങനെ തന്നെ ചിലപ്പോ മിക്കവാറും വെട്ടനോട് കൂടി തന്നെ കൊപ്രം കൊണ്ട് പോരും. പൊതിക്കാൻ നിക്കണ്ട, ഇതെടുക്കാൻ പോ ഞാൻ. 10-200 നാളികേരം ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നതുകൊണ്ട് മൊത്തം 400 നാളികേരം ഉണ്ടാവും. മതി. അല്ല, നമുക്കുള്ള വെളിച്ചെണ്ണയ്ക്കായി. കഴിച്ചു നോക്കിയേ, ഇതാണോ അരി കൊണ്ടുള്ളത് അടയാണോ ടേസ്റ്റ് എന്ന് പറയും. കൈ കഴിയിട്ട് വരാം. അത് അരിയിൽ 4 ലോകത്ത് വലിയ തന്നെയായിരുന്നു. ശരിയായിരിക്കും മിക്കവാറും. എന്നാലും ഒരു വെറൈറ്റിക്ക് വേണ്ടി നമുക്ക് ഇടയ്ക്ക് റവ കൊണ്ട് എപ്പോഴും നമ്മൾ ഉപ്പുമാവ് മാത്രമല്ലേ ഉണ്ടാക്കുള്ളൂ. മധുരം ഭയങ്കര കുറവാ. മധുരം ഞാൻ എടുത്തത് ഫുള്ള് ഇട്ടാൽ മതിയായിരുന്നു. വേണ്ട, ആവശ്യമുള്ള മധുരം മതി. ഞാനപ്പം അത് മധുരം അധികമായാലോ ചെറിട്ട് ഇട്ടില്ല. ഇപ്പുറത്തും വിട്ടുപോയില്ലോ, കുഴപ്പമില്ലല്ലോ. വിട്ടുപോയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നാളികേരമുള്ള ടൈപ്പ് അല്ലേ? നാളികേരൊക്കെ ഇതിലിട്ട് കുഴച്ചേക്കാ. മധുരത് മതി. അരിപ്പൊടിയാണെങ്കിൽ നല്ല രസം ഉണ്ടായില്ലേ. ഇത് എടുക്കാനായിട്ട് കുന്തിട്ട് ചെയ്യാന്നാണ് ഞാൻ ആലോചിക്കണം. ഞാൻ ടേസ്റ്റ് ആലോചിക്കുക. നാളികേരല്ലെങ്കിൽ ഇതൊരു ബാക്കിക്കുള്ളില്ലേ എടുക്കാൻ കിട്ടുള്ളൂ എനിക്ക്. ഞാൻ ഒരു മറ്റേ ഇതെടുത്തിട്ട് വരാം.
ഒരു നമുക്ക് അധികം തിന്നാൻ പറ്റില്ല ഇത്. മധുരം കുറവല്ലേ? മധുരം കുറവാണ്, പൊട്ടി പൊട്ടി വരുന്നുണ്ട്. അത്ര രസമൊന്നുമില്ല. അത്ര രസമൊന്നുമില്ല ഈ സാധനം. ഇല്ലേ? ഏയ് ഓ മാതിരിയൊക്കെ ഉള്ളത് ചേട്ടൻ ടേസ്റ്റ് ഉണ്ടെന്ന് പറയും. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാ. അതെ, അന്ന് ഉണ്ടാക്കണ്ട. അപ്പൊ ചേട്ടന് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത് അത്രയും തല്ലിപ്പൊളിയായിരിക്കും. ഇതിന് വേവിക്കണ്ട. അപ്പൊ സാധാരണ നമ്മൾ ആടാന്ന് പറയുമ്പോൾ വായിൽ വെള്ളം ഊർന്ന സാധനമല്ല, അത് ഇങ്ങനെ പുഴുങ്ങിട്ടുള്ളാടയും. ഇത് റവ ഉപ്പുമാവിനെ കൊള്ളുക. വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കണം ഉപ്പുമാവ്. പിന്നെ ഉണ്ണിയപ്പം. അതിനൊക്കെ പറ്റുള്ളൂ. മതി. എന്നാലും കുഴപ്പമില്ല കേട്ടോ, അത്ര തല്ലിപ്പൊളിയൊന്നല്ല. നല്ല ഉണ്ടാക്കുന്നു വേണ്ട. നെയ്യിന്റെ മണം നല്ലോണം ഉണ്ട്. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. അത്ര പൊട്ടയൊന്നല്ല കേട്ടാ, സത്യമായിട്ട്. ഞാൻ ഉണ്ടാക്കിയ കാര്യം പറയല്ലേ, ഞാൻ ഉണ്ടാക്കിയതായാലും ടേസ്റ്റില്ലെങ്കിൽ ഞാൻ പറയാറില്ലേ, അത്ര കുഴപ്പമൊന്നുമില്ല. നെയ്യും പഞ്ചസാരയും പഴവും, അല്ല പഞ്ചസാര അല്ല, നെയ്യും ശർക്കരയും പഴവും നാളികേരമൊക്കെ കൂടി വന്നപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. അത്ര പൊട്ടയൊന്നുമല്ല, എന്നാൽ ഭയങ്കര ടേസ്റ്റും ഇല്ല. പറ പോലെ അരിപ്പൊടി ആണെങ്കിൽ അടിപൊളി തന്നെ. ഇത് റോബസ്റ്റ് പഴത്തിന് വേറെ നേന്ത്രപ്പഴമായിരുന്നെങ്കിലോ അപ്പൊ ടേസ്റ്റ് കൂടും. ഇല്ല, ഇതിന്റെ ഈ റവ മാറ്റണം. അല്ല, അരിപ്പൊടി തന്നെ. അരിപ്പൊടിയാണ് ടേസ്റ്റ് ഉണ്ടാവും. അരിപ്പൊടി കൊണ്ട് അടി ഉണ്ടാക്കി നാളികേരം ശർക്കര ഉണ്ടെങ്കിൽ മാത്രം മതി, അടി ടേസ്റ്റ് ആവില്ലേ. ചാർലിക്കും റാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചാർലിക്കും റാനും നല്ല ഇഷ്ടപ്പെട്ടു. ജോഗ് പിന്നെ മധുരമുള്ളതാന്ന് കണ്ടോടുകൂടി പതുക്കെ വലിഞ്ഞു അകത്തേക്ക്. അപ്പൊ ശരിയല്ലേ? എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന കട.